ഈ ആദ്യത്തെ റിനിയുടെ വെളിപ്പെടുത്തലിന് ശേഷം സോഷ്യൽ മീഡിയയിൽ റിനിക്കെതിരെ നടന്ന സൈബർ ആക്രമണം സമ്പൂർണ്ണമായും കേന്ദ്രീകരിച്ചത് ഇത് 2 ചിത്രങ്ങളിൽ നിന്നാണ്. എന്താണെന്നറിയോ? ഒന്ന്, റിനി മിനിസ്റ്റർ പി രാജീവിൻ്റെ കൂടെ നിൽക്കുന്നു, മറ്റൊന്ന് MP രാജേഷിൻ്റെ കൂടെ നിൽക്കുന്നു. ഇവർക്കൊപ്പം ഏതോ ഒരു ചടങ്ങിൽ നിൽക്കുന്ന ചിത്രം മാത്രം. ആ ചിത്രം വെച്ചുകൊണ്ടുള്ള വ്യാപകമായ ഹണി ഭാസ്കറിന്റെ പടവും ആ രീതിയിലാണ്. അല്ല, പക്ഷേ ഈ ആരോപണം പ്രധാനമായും ഉന്നയിച്ച ആദ്യം ഒരു വിസിൽ ബ്ലോവറായി വന്നത് റിനിയാണ്. റിനിക്കെതിരെയുള്ള ആക്രമണം ആ സ്വഭാവത്തിലുള്ളതായിരുന്നു. സനീഷ് ഒന്ന് നോക്ക്, ആ റിനി ആരാണ്? VD സതീശൻ റിനി ആരാണെന്നാണ് പറഞ്ഞത്. എൻ്റെ മകളെ പോലെയാണ്, എനിക്ക് അത്രയ്ക്ക് കുടുംബ ബന്ധമുള്ള ആളാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞയാളാണ്. ആ പറഞ്ഞതിന് ശേഷവും നടക്കുന്ന ആക്രമണത്തിൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത്. മാത്രമല്ല, ആ ബാക്കിയുള്ള ഈ റിനി മറ്റാർക്കെല്ലാം ഒപ്പമാണ് ഇത്തരം ചടങ്ങുകളിലൊക്കെ, അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ തന്നെ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ. ഇതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ കിട്ടിയ ചിത്രങ്ങളിൽ VT ബൽറാമുണ്ട്, റോജി M ജോൺ ഉണ്ട്, VD സതീശൻ തന്നെയുണ്ട്, K സുധാകരനുണ്ട്, രാഹുൽ ഗാന്ധിയുണ്ട്, എല്ലാ നേതാക്കളും. മാത്രമല്ല തുറന്നു പറയുന്നുണ്ട്, ഞാൻ കോൺഗ്രസ് അനുകൂലിയാണ്, മാത്രമല്ല ആ പ്രസ്ഥാനത്തോട് എനിക്ക് അത്രമേൽ സ്നേഹമുണ്ട്, അതൊക്കെ കൊണ്ട് ഞാൻ അങ്ങനെ ഒരാളാണ് എന്നത് കൃത്യമായി പറയുന്നുണ്ട്. ഇത് പൊതുസമൂഹത്തിന് മുന്നിൽ ഈ ചിത്രങ്ങളെല്ലാം ഉണ്ട്. അപ്പോഴാണ് സമാന്തരമായി ഇങ്ങനെ വളരെ ഓർക്കസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സൈബർ ആക്രമണം നടക്കുന്നത്. അപ്പോൾ ഇതൊന്നും കരുത്ത് ചോർന്നിട്ടല്ല, കരുത്ത് ആർജിച്ചുകൊണ്ട്, അതായത് നിശബ്ദനായി വീട്ടിലിരിക്കുകയാണെങ്കിലും അവിടെ ഇരുന്ന് ഈ പണിക്ക് വേണ്ട കാര്യങ്ങൾ ഒപ്പിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഇന്നലത്തെ പ്രതികരണം ശ്രദ്ധിച്ചോ? അത് നല്ല നടനാണ്, ആ ധീരത അഭിനയിക്കാൻ വളരെ കൃത്യമായി ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ വാർത്താ സമ്മേളനത്തിലൂടെ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരെ അഭിമുഖീകരിച്ച ഘട്ടത്തിലെല്ലാം പൂർണ്ണമായി മാധ്യമപ്രവർത്തകർ എന്തോ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ള പരാതി മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ അതാണോ സംഭവിച്ചത്? ഇങ്ങനെ നീട്ടിപ്പരത്തി ആ രാജിപ്രഖ്യാപനം ഏതാണ്ട് സ്വയം നടത്തുന്നത് പോലെ പ്രഖ്യാപിക്കുകയും നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരത്തിലേക്ക് വരാമെന്ന് 25 തവണ പറഞ്ഞതിന് ശേഷം അതിന് ആനുകൂല്യം കൊടുക്കുന്ന പോലെയാണ്. അതെ, അവർക്ക് ഇത് ഡിഫെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് അത് അവസാനിപ്പിച്ചിട്ട് മുങ്ങിക്കളഞ്ഞു. അതിനൊരു മറുപടി കൃത്യമായി ഒരു മാധ്യമപ്രവർത്തകന്റെ ഒറ്റ ചോദ്യം ധൈര്യപൂർവ്വം നേരിടാൻ തയ്യാറായില്ല എന്നുള്ളതാണ് വാസ്തവം.